ഹലോ ഗായ്സ്, ഇപ്പോൾ ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ, അതായത് കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട്. കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല, ആക്ച്വലി വീക്കെൻഡാണ് നമ്മൾ ഈ റീൽസൊക്കെ എടുത്തിട്ട്. സാധാരണ ഇപ്പം കുറേ നാളുകളായിട്ട്, കുറേ നാളെന്ന് പറഞ്ഞാൽ മാസങ്ങളായിട്ട് ഞങ്ങൾ വെളി ഫുഡ് മേടിച്ച് കഴിക്കുക പതിവ്. ഇന്നിപ്പോൾ എല്ലാവരോടും തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരോടും ഒന്ന് ജോഡിച്ചിട്ട് ഒരു ചെറിയ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, പിന്നെ എന്തുണ്ട്, സാലഡ്, പപ്പടം, അച്ചാർ റെഡിമെയ്ഡായിട്ടോ. അപ്പോൾ നമുക്ക് രഞ്ജു അവിടെ ഓൾറെഡി സവാളയൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുമാതിരിയൊക്കെ ഒതുങ്ങി സലാഡിനുള്ള. ചിക്കൻ കഴുകി വെച്ചിട്ട് ഒരാളുണ്ടായിരുന്നില്ല കൂട്ടത്തിൽ. സലാഡിനുള്ളതായോ? സലാഡിനുള്ള എല്ലാം സെറ്റായി. ഇനി ഇത് റൈസിനുള്ള. റൈസിന് ഇത്രയും വേണ്ട കേട്ടോ. ആകെ 2 കിലോ ആയിരിക്കുക. ഞങ്ങളാകെ 10-12 പേരേ ഉള്ളൂ. 12 അല്ല, 15 പേരുണ്ട്, പിള്ളേരെല്ലാം കൂടെ ചേർത്തില്ലേ. ഇതൊരു ഡിസൈനാട്ടാ, നമ്മുടേതായ ഡിസൈൻ. എങ്ങനെ അറിയുന്നു അങ്ങനെ ഒരു ഡിസൈൻ. ഏതാ ഡിസൈൻ ഉണ്ടാക്കാൻ? നിങ്ങൾക്ക് ചെറിയ കുശുമ്പില്ലാതില്ല അല്ലേ? അല്ല, ഇത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. എല്ലാം അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ അറിയത്തില്ലെന്നേ ഉള്ളു. എല്ലാം വാക്കിലറിയാം. ആണോ? എന്നാ പിന്നെ ഇതൊന്നരിഞ്ഞ് ഇതേ കണക്ക് ഒന്നരിഞ്ഞേ. നോക്കട്ടെ, വാക്കിലല്ലേ. ഈ ഡിസൈൻ നോക്കിക്കോണം കണ്ട. ഒരു സെക്കൻഡ് ഹോൾഡ് ഇറ്റ്. ഓക്കെ, ഇത് ഞാൻ അരിഞ്ഞ ഡിസൈൻ ഇതാണ്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും റൗണ്ടായിട്ട് അവിടെ നിന്നിട്ട് ആ ഉള്ളിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കി. ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ഡിസൈനാക്കി എടുക്കാൻ കേട്ടോ. ഓക്കെ, ഇതാ നോക്കി. വൺസ് മോർ. ഓക്കെ, ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ എടുക്കുക. ഇതൊരു ചെറിയ ക്രോസ് കട്ട്. അങ്ങനെ തന്നെ നമ്മൾ ചിക്കൻ കറിക്കുള്ള ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ റൂബിയാസ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ബീൻസ്, ക്യാരറ്റ് എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. പിന്നെ നേരത്തെ പറഞ്ഞാണല്ലോ സലാഡിൻ്റെ സാധനം. പിന്നെ തക്കാളി, ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും പച്ചമുളകും മല്ലിയിലയും എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ രഞ്ജേച്ചി അവിടെ നിന്ന് ഉള്ളി വഴറ്റുന്നുണ്ട്. രഞ്ജേച്ചി, ഉള്ളിയൊക്കെ റെഡിയായോ? കുട്ടിപ്പട്ടകളെ നോക്കി ഇവിടെ ഇരിക്കുകയാണ്. ഇതെടുക്കും എല്ലാവരും ടി വി ആണ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടി. മോനായിട്ട് വെയിറ്റിംഗ് ഇല്ലടാ? പിന്നെ അതേ ഉള്ളു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയറ് കത്തുന്നു ഗൈസ്. ഓ, ഞാനിവിടെ ചുമ്മാ ടി വി കുറച്ചു നേരം ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. 2 ലൈൻ ഒന്ന് പാടി നമുക്ക് വേണ്ടി. ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടേ? എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും. ഇനിയിപ്പോ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു പാട്ട് പാടാം. जावा तेरे गुण गावा मैं, तेरे बिन जी लगदा नहीं, बस तेनू चावा मैं हुण रावा मो. സൂപ്പർ. പ്രശ്നം നിങ്ങൾക്ക്. മോനായി ഒരു പാട്ടങ്ങ് പാടിയേ. അയ്യോ, എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല. സോറി ഗൈസ്, ഞാൻ ഉറങ്ങിയിരിക്കുന്നു. പാടുന്ന പിന്നെയും കണ്ട നേരം പുഞ്ചിരി
ഓൾറെഡി നമ്മൾ ചിക്കൻ ഓൾറെഡി ആയിക്കൊണ്ടിരിക്കും. നമുക്കിനി റൈസ് മാത്രമേ ഉള്ളൂ. അപ്പം റൈസിലേക്കുള്ള കുറച്ച് മസാലാസൊക്കെ നമുക്ക് ഓൾറെഡി ഇത് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമ്മളിപ്പോൾ ഫൈനലി നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള എല്ലാ മിക്സിങ് എല്ലാം റെഡിയായി. ഓക്കെ, ഇനി വെള്ളം തിളച്ചിട്ട് അരി ഇടുക. പുതു വെച്ച അരി. അങ്ങനെ നമ്മുടെ അവസാനമായിട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം റെഡിയായി. റൈസ് മാത്രം സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് റൈസ് എല്ലാം റെഡിയായി. നമ്മുടെ ഒരു പിന്നെ നമ്മൾ വരച്ച് വെച്ച ബീൻസും ക്യാരറ്റും. നെക്സ്റ്റ് നമ്മുടെ കാഷ്നട്ട് കിസ്മിസ്. ഓക്കെ, ഇങ്ങനെ വറുത്തതും നമ്മുടെ എന്താ പറയുക രണ്ടോടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഇതിനെ നോക്കി കൂടെ നമ്മൾ ഗരം മസാല. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം എല്ലാം മിക്സായി ഒരു 5 മിനിറ്റ് മാക്സിമം നമുക്ക് കനലില്ല ഉള്ള ഗ്യാസിൻ്റെ ഇതിനകത്ത് ദം ചെയ്യാം. ഓക്കെ, തീ കുറച്ചിട്ടാൽ. ഓക്കെ, ഒരു 5 മിനിറ്റ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. പിന്നെ റൈസ് കഴിക്കുന്നു, പിന്നെ പപ്പടം, അച്ചാർ. ഫൈനലി നമ്മൾ റൈസെല്ലാം റെഡിയായി. എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഇതാ നമ്മൾ ഇത്. ഓക്കെ, എങ്ങനെയുണ്ട് അപ്പൊ ഫ്രൈഡ് റൈസ്? എല്ലാവർക്കും ഓരോ ലെഗ് പീസ് ഒക്കെ ഉണ്ടല്ലോ. കഴിച്ചിട്ട് മറുപടി പറയും. അത് തന്നെ കഴിച്ചു നോക്ക്, കഴിക്കേ. എല്ലാവർക്കും ലെഗ് പീസ് തന്നെ കിട്ടിയില്ലേ? പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞാണൊക്കെ നമുക്ക് തോന്നുന്നത്. നിങ്ങൾ കഴിച്ചിട്ട് മറുപടി പറയും. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഈ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയൊരു ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്